ദുൽഹിജ്ജ മാസത്തെ അല്ലെങ്കിൽ അതിൻ്റെ ആദ്യത്തെ 10 ദിവസം അടങ്ങിയിട്ടുള്ളൊരു ദുൽഹിജ്ജ മാസത്തെ നമ്മൾ ബഹുമാനിച്ചു കഴിഞ്ഞാൽ, ഈ മാസത്തിലെ ഇബാദത്തുകൾ കൊണ്ട് തന്നെയാക്കിയാൽ നമ്മളെ കാത്തിരിക്കുന്നത് 10 വമ്പൻ മഹത്വങ്ങളാണ്, 10 അത്ഭുതങ്ങളാണ്. അതോടൊപ്പം നമുക്കൊരു സ്വലാത്തും പഠിക്കണം. ഇന്നത്തെ രാത്രി ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങളും നമ്മളത് ജീവിതത്തിൽ പഠിച്ചു മനസ്സിലാക്കി ചെയ്യുമെന്നുള്ള ബോധ്യത്തിൽ തന്നെ ഇരിക്കണം. അള്ളാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ അള്ളാഹു നമുക്ക് തരുന്ന 11 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. അതായത് നമുക്ക് ഈ പറയുന്ന ഇബാദത്തുകൾ കൊണ്ട് നമ്മുടെ ലൈഫിൽ ലഭിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ജീവിതം മാറി മറിയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമത്തേത് അൽ ബറക്കത്തു ഫി ഉംരി. അതായത് ദുൽഹിജ്ജയിലെ ആദ്യ 10 നിങ്ങൾ ബഹുമാനിച്ചാൽ, ദുൽഹിജ്ജ മാസത്തെ തന്നെ ബഹുമാനിച്ച് ഇബാദത്തുകൾ കൊണ്ട് തന്നെയാക്കിയാൽ ആയുസ്സിൽ ബറക്കത്ത്, ദീർഘായുസ്സിന് ഇത് കാരണമാകും. ദീർഘായുസ്സിന് കാരണമാകും. ഇനി ഓരോരു പരിധിക്കപ്പുറം അള്ളാഹു ദീർഘായുസ് ഉദ്ദേശിക്കുന്നില്ലെങ്കിലും ഒരു ബറക്കത്ത് കിട്ടും ജീവിതത്തിൽ. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാള് 100 കൊല്ലം ജീവിച്ചു, അയാൾക്ക് സമാധാനം ഉണ്ടായില്ല, എപ്പോഴും രോഗമാണ്, വല്ല കാര്യമുണ്ടോ? എന്നാൽ ഒരാൾ ജീവിച്ചത് 70 കൊല്ലമാണ്, അയാൾക്ക് സമാധാനം ഉണ്ടായിരുന്നു, സന്തോഷം ഉണ്ടായിരുന്നു. ഇതിൽ ആർക്കാണ് ബറക്കത്ത്? 100 കൊല്ലം ജീവിച്ചവനാണോ 70 കൊല്ലം ജീവിച്ചവനാണോ? 70 കൊല്ലം. ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു 45 കൊല്ലമാണ് ആകെ ജീവിച്ചത്. ആ 45 കൊല്ലം കൊണ്ട് 100 കണക്കിന് കിതാബുകൾ എഴുതി, ആയിരക്കണക്കിന് ശിഷ്യന്മാരെ ഉണ്ടാക്കി. ഒരു വേള ഇരുളായി പോയപ്പോൾ, വിളക്കണഞ്ഞു പോയപ്പോൾ സ്വന്തം വിരല് പോലും അള്ളാഹു പ്രകാശിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹുവിന്. ജീവിക്കുകയാണെങ്കിൽ അങ്ങനെ ജീവിക്കണം. അപ്പൊ നമ്മുടെ ആയുസ്സിൽ ബറക്കത്ത് ഉറപ്പാണ്. രണ്ടാമത്തെ ഒരു മഹത്വം എന്ന് പറയുന്നത് നമുക്ക് അള്ളാഹു തരുന്നത് അസിയാദത്തു ഫി മാലി, സമ്പത്തിൽ ബറക്കത്ത് കിട്ടും. ദാരിദ്ര്യമൊക്കെ അങ്ങോട്ട് മാറിയിരിക്കുന്നേ. അതായത് വലിയ കോടീശ്വരനാകുമെന്നൊന്നും പറയണില്ല. അള്ളാഹ്ക്ക് അങ്ങനെ ആക്കാനും പ്രയാസമില്ല. കോടീശ്വരനാക്കുന്നതുമല്ല, ദരിദ്രനാക്കുന്നതുമല്ല, എല്ലാം അള്ളാഹ് മാത്രമാണ്. ആ റബ്ബ് മറ്റൊരുത്തന്റെ മുമ്പിൽ പോയി കൈ നീട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കൂല. നമുക്ക് ഒരു ബലം തരും. റബ്ബ് കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ആവശ്യത്തിന് സമ്പാദ്യം പടച്ചോൻ തരും. എന്ത് ചെയ്താൽ ഈ ദുൽഹിജ്ജയിൽ ആദ്യ 10 ബഹുമാനിച്ച് ഇബാദത്തുകൾ കൊണ്ട് തന്നെയാക്കിയാൽ. മൂന്നാമത്തേത് അൽ ഹിഫ്ളു ഫി ഇയാലി, കുടുംബത്തിലും ജോലിയിലും മക്കളിലും തുടങ്ങിയ എല്ലായിടത്തും അള്ളൊരു സുരക്ഷ തരും. ജോലി ഏതാണ്ട് പോകുന്നുള്ള അവസ്ഥയിലേക്കാണ്, ആകെ ടെൻഷനാണ്. ഈ 10 ദിവസം അല്ലെങ്കിൽ ഈ ദുൽഹജ്ജ് ആരാധനകൾ കൊണ്ട് തന്നെയാക്കിക്കോ. ആദ്യത്തെ 10 ദിവസം ആരാധനകൾ കൊണ്ട് ഇബാദത്തുകൾ കൊണ്ട് അങ്ങ് ധന്യമാക്കി അള്ളാഹിനോട് ചോദിക്കുക. അള്ളാഹു എല്ലാം തീർത്തു തരും, പ്രശ്നങ്ങളൊക്കെ മാറും. അപ്പൊ കുടുംബത്തിൽ ഒരു ഹിഫ്ള് കിട്ടും, ഒരു സുരക്ഷിതത്വം. മക്കൾ കോളേജിൽ പോവാണ് അല്ലെങ്കിൽ സ്കൂളിൽ പോവാണ്, കൊറോണ പറന്ന് പിടിക്കുകയാണ്, പതിയെ ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ സൂക്ഷ്മത, അള്ളാഹുവിന്റെ ഹിഫ്ള് ലഭിക്കാൻ വളരെ നല്ലതാണ്. നാലാമത്തേത് അത്തക്ഫീറുൽ സയ്യിആത്ത്, ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി. പാപങ്ങളെ അള്ളാഹ് അങ്ങ് കരിച്ചു കളയും. പാപങ്ങളെ കരിച്ചു കളയും. ഇപ്പൊ നമ്മള് മനുഷ്യരുമായി ബന്ധപ്പെട്ട പാപങ്ങളാണെങ്കിൽ അത് പൊരുത്തപ്പെടിക്കണം കേട്ടോ. അള്ളാഹുമായി ബന്ധപ്പെട്ട എല്ലാ പാപങ്ങളും അള്ളാഹു റബ്ബുൽ ആലമീൻ കഴുകിക്കളയാൻ ഈ മാസത്തെ ബഹുമാനിച്ച് ഇബാദത്ത് ചെയ്യൽ കൊണ്ട് നടക്കുമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി അഞ്ചാമത്തേത് തളഈഫുൽ ഹസനാത്ത്, നമ്മൾ ചെയ്യുന്ന നന്മകളുണ്ടല്ലോ, ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ദുൽഹജ്ജ് മാസം വല്ലാത്ത ബഹുമാനമുള്ള മാസമാണ്. ഈ മാസത്തിൽ നന്മ ചെയ്യുമ്പോൾ അള്ളാഹു ഇരട്ടി പ്രതിഫലം, എത്രയോ ഇരട്ടി പ്രതിഫലം തരും. ഒരിക്കലും നഷ്ടമല്ല എന്നാണ്. അപ്പൊ നമ്മൾ സ്വതക്ക കൊടുക്കുകയാണെങ്കിൽ ഇരട്ടി മഹത്വമാണ്. അപ്പൊ ഈ ദുൽഹിജ്ജ മാസം നിയ്യത്ത് വെച്ച് നമ്മൾ കൊടുക്കുമ്പോൾ എത്രയോ ഇരട്ടി, ചിലപ്പോൾ നമുക്കല്ലൊരു വീട് തരും, നമ്മുടെ പ്രയാസങ്ങളെല്ലാം തട്ടിമാറ്റും. സ്വതക്ക പോലെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള മറ്റ് ഇബാദത്ത് വേറെ ഉണ്ടോ? അപ്പൊ അങ്ങനെ അത്ര വലിയ മഹത്വം നിറഞ്ഞ ഇബാദത്തിന് അള്ളാഹു അവസരം തരുന്നുള്ളതാണ്. ഇരട്ടി പ്രതിഫലം അള്ളാഹു റബ്ബുൽ ആലമീൻ തരുമെന്ന് സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇനി ആറാമത്തേത് അത്തസ്ഹീലു ബിസക്കറാത്തിൽ മൗത്ത്, മരണം എത്തുന്ന നേരം സക്കറാത്തുൽ മൗത്തിന്റെ വേദന എത്രയാണ്. ഇപ്പൊ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് കാണാമല്ലോ. അതായത് ഒരു മുള്ളുവേലിയിൽ കുടുങ്ങിയ തുണി വലിച്ചു പറിച്ചെടുക്കുമ്പോഴുള്ളൊരു വേദന ഉണ്ടല്ലോ, എത്ര വലുതാണ്. അതുപോലെയാണ് തെറ്റ് ചെയ്ത മനുഷ്യന്റെ ആത്മാവിനെ വലിച്ചുകൊണ്ട് പോണതെന്നാണ്. ആ സമയത്ത് ദുൽഹിജ്ജ മാസത്തിൽ ആദ്യ 10 ബഹുമാനിച്ച് ഇബാദത്ത് ചെയ്ത മനുഷ്യനാണെങ്കിൽ വളരെ സ്മൂത്തായ ഒരു സക്കറാത്തിന്റെ അവസ്ഥ അള്ളാഹു തരുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു ബസറയുടെ ഒരു ഭാഗത്തൂടെ ഇങ്ങനെ പോകുമ്പോൾ, ഒരു ഖബർസ്ഥാന്റെ അടുത്തൂടെ പോകുമ്പോൾ ഒരു ഖബറിന്റെ മുകളിൽ വല്ലാത്തൊരു വെളിച്ചം കാണുന്നുണ്ട്, വല്ലാത്തൊരു വെളിച്ചം. അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ആ ശരീരി കേൾക്കുന്നുണ്ട്, നിങ്ങൾ ദുൽഹിജ്ജിലെ ആദ്യത്തെ ദിവസത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ, അല്ലെങ്കിൽ ദുൽഹിജ്ജ ദിവസത്തിലെ ആദ്യ ദിനം മുതൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിച്ചാൽ നിങ്ങളുടെ ഖബറിൽ അള്ളാഹു വെളിച്ചം തരും, നിങ്ങൾക്ക് സമാധാനം തരുന്നതാണ്. സുബ്ഹാനക യാ റബ്ബ്. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ മരണം, നിങ്ങളുടെ ഖബർ എല്ലാം മനോഹരമാകും, പ്രകാശപൂരിതമാകും. അത്രമേൽ മഹത്തരമാണ്. ഇനി എട്ടാമത്തേത് അത്തഖീലു ലിമീസാനി, അവന്റെ മീസാനിന് ഭാരം കൂടും. മീസാൻ എന്ന തുലാസിന് ഭാരം കൂടാൻ ഏറ്റവും നല്ലതാണ് ഈ പറയുന്ന ദുൽഹിജ്ജ മാസത്തെ ബഹുമാനിക്കൽ, ഇബാദത്ത് ചെയ്യൽ. സുബ്ഹാനക യാ റബ്ബ്. അതുപോലെ 9-ാമത്തേത്
ആഖിറത്തിലെ രക്ഷ. ദുനിയാവിലെ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടോ? ആഖിറത്തിൽ സൂര്യൻ തലക്ക് മുകളിൽ ഉദിപ്പിക്കപ്പെടുന്ന ദിവസം, ഒരു ദിവസം 50,000 വർഷത്തിന് സമാനമായ മഹ്ശറിലെ ദിവസം, അള്ളാഹു അവിടെ നമുക്ക് സുരക്ഷിതത്വം തരുന്നതാണ്. ഇനി 10ാമത്തേത്, സ്വർഗ ദറജകളെ അള്ളാഹു ഉയർത്തും. സ്വർഗത്തിലെ ദറജ ഉയരും. വലിയ ദറജ, ഏറ്റവും വലിയ ദറജയിൽ മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? അങ്ങനെ ഒരുപാട് ദറജകളുണ്ട് സ്വർഗത്തിൽ. അപ്പൊ സ്വർഗത്തിൽ കയറിയാൽ തന്നെ ഏതെങ്കിലും ഒരു മൂലയിലാണ് നമ്മളെങ്കിൽ അള്ളാഹു ദറജ ഉയർത്തിത്തരും. സുബ്ഹാനക യാ റബ്ബ്. ഇതെന്തുകൊണ്ടാണ് ഇതൊക്കെ നമുക്ക് കിട്ടുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് കിട്ടുന്നത്? അള്ളാഹു പറയുന്നുണ്ട്, വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിച്ചത് കൊണ്ട്. അപ്പൊ ദുൽഹിജ്ജ മാസം കടന്നു വരുന്ന സമയത്ത് അനാദരവ് ഉണ്ടാകാൻ പാടില്ല. ആദരവായിരിക്കണം മനസ്സ് നിറയെ. മനസ്സിലാവുന്നുണ്ടോ? അനാദരവ് സംഭവിച്ചു പോകരുത്, ആദരവ് ഉണ്ടാകണം. ഇതല്ല ബഹുമാനിച്ച മാസമാണ് പരിശുദ്ധ റമളാനിലെ പകലുകളേക്കാൾ ശ്രേഷ്ഠതയുള്ള പകല്. റമളാനിൽ വലിയ അമലുകളൊക്കെ ചെയ്യും, റമളാനിൽ നമ്മൾ ഒരുങ്ങും. പക്ഷെ ദുൽഹിജ്ജക്ക് വേണ്ടി ഒരുങ്ങണത് ആരാണ്? വൽ ഫജ്ർ വലയാലിൻ അശ്ർ. അള്ളാഹ് സത്യം ചെയ്തത് കൊണ്ട് തന്നെ അത്ഭുതമാണ്. റമളാനിലെ പകലുകളേക്കാൾ ശ്രേഷ്ഠതയുള്ള പകൽ, റമളാനിലെ അവസാന 10 രാത്രിയേക്കാൾ ശ്രേഷ്ഠതയുണ്ട്. ലൈലത്തുൽ ഖദറുള്ള ദിവസം മാറ്റിവെച്ചാൽ ബാക്കിയുള്ള ദിവസങ്ങൾക്ക് റമളാനിലെ രാത്രിയേക്കാൾ ശ്രേഷ്ഠത, റമളാനിലെ പകലുകളേക്കാൾ ശ്രേഷ്ഠത. എത്ര മഹത്തരമാണ് ഈ 10 ദിവസം. ഈ 10 ദിവസത്തിൽ ഇബാദത്ത് ചെയ്യുന്നത് പോലെ മറ്റൊരവസരത്തിലും ഇബാദത്ത് ചെയ്യുന്നതിനോട് അള്ളാഹ്ക്ക് താല്പര്യമില്ല എന്നാണ്. അതായത് മറ്റുള്ള അവസരങ്ങളിൽ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ ഏറെ അള്ളാഹ്ക്ക് ഇഷ്ടം ഈ ദുൽഹിജ്ജ് 10 ഇബാദത്താണ്. അത്ര അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ദിനരാത്രങ്ങളിൽ നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെടൂലേ? നമുക്ക് തന്നേക്കണ ഒരു മഹത്വങ്ങളൊക്കെ 10 മഹത്വങ്ങൾ സ്വാലിഹീങ്ങൾ എണ്ണി പറയാണത്. ജീവിതത്തിൽ ഇത് കിട്ടിയാൽ തന്നെ നമ്മൾ വിജയിച്ചില്ലേ? ഇനി ഇന്നത്തെ രാത്രി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഞാനതിൻ്റെ ഒരു വീഡിയോ ഇന്നലെ നമ്മൾ ചെയ്തത്, ഞാൻ ആ ഭാഗം മാത്രം കട്ട് ചെയ്ത് ലിങ്കിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കഴിയുന്നവരൊക്കെ അതൊന്ന് കയറി കാണാം. എന്നിട്ട് ജീവിതത്തിലൊന്ന് അന്വർത്ഥമാക്കി നോക്കിയേ, നമ്മുടെ ലൈഫ് അടിപൊളിയാവുന്നേ. അങ്ങനെ ജീവിതം ഈ വഴികളിലൂടെ അധികാറുകൾ കൊണ്ട് ധന്യമാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്നത്തെ രാത്രി മുതൽ നമ്മൾ പതിവാക്കേണ്ട ഒരു സ്വലാത്ത് ഞാൻ പഠിപ്പിച്ചു തരാം. ഇമാം ശിഹാബുദ്ദീൻ റഹിമഹുല്ല പറയുന്നുണ്ട്, എത്ര വലിയ പ്രയാസവും നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ സ്വലാത്ത് ഒരു 11 തവണ ഡെയിലി ചൊല്ലിക്കോ. ഏറ്റവും ചുരുങ്ങിയത്, കൂടിയാൽ എത്ര നിങ്ങൾക്ക് ചൊല്ലാം. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഒരു ഏറ്റവും മനോഹരമായൊരു ദിവസം രാവ് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഇന്നങ്ങ് തുടങ്ങിക്കോ. ഒരു 11 എല്ലാ രാത്രിയിലും പറ്റൂലേ? ചെറിയൊരു സ്വലാത്ത്, എല്ലാ പ്രയാസങ്ങളും നീങ്ങും. ഇത് 11 ചൊല്ലിയിട്ട് അള്ളാഹുനോട് ചോദിച്ചാൽ അള്ളാഹു നീക്കാത്ത പ്രയാസങ്ങളില്ല, എല്ലാം 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 അള്ളാഹു നീക്കി തരുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ച സ്വലാത്താണ്. ആ സ്വലാത്ത് മനസ്സറിഞ്ഞ് ചൊല്ല. അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീക്കി തരട്ടെ. പല ആളുകളും പലവിധ സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാവിധ സങ്കടങ്ങളും നീക്കി തരട്ടെ. നോക്കൂന്ന്, اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي صلاة تحل بها العقد وتفك بها الكرب. نوكي اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي صلاة തഹുല്ലു ബിഹൽ ഉഖദു വതഫുക്കു ബിഹൽ ഖുറബ്. ഒന്നുകൂടെ നോക്കിയേ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി അത്വാഹിരിസ് സകി സ്വലാത്തൻ തഹുല്ലു ബിഹൽ ഉഖദു വതഫുക്കു ബിഹൽ ഖുറബ്. അപ്പോൾ ഈ സ്വലാത്ത് കൃത്യമായി ഒരു 11 തവണയെങ്കിലും 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ കൃത്യമായി കൊണ്ടുപോകണം. നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദിനെ നമുക്കൊന്ന് ചേർത്ത് പിടിക്കണം. അങ്ങനെ ഈ ദുൽഹജ്ജ് മനോഹരമാക്കി തീർക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മുക്തി നൽകുമാറാകട്ടെ.